ആംബുലൻസുകൾ അരമണിക്കൂറിലധികം ഗതാഗതക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്ന് 2 രോഗികളുടെ ജീവൻ വഴിയിൽ പൊലിഞ്ഞു. മലപ്പുറം കാക്കഞ്ചേരി ഭാഗത്താണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആംബുലൻസുകൾ കുടുങ്ങിയത്. എടരിക്കോട് സ്വദേശിയായ സുലേഖ, വള്ളിക്കുന്ന് സ്വദേശി ഷജിൽ കുമാർ എന്നിവർക്കാണ് മരണം സംഭവിച്ചത്. മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്ന രോഗികളാണ് മരിച്ചത്. എമർജൻസി ഹോസ്പിറ്റലിൽ കയറ്റാൻ നോക്കിയിട്ട് വണ്ടി നീങ്ങണില്ല. വണ്ടി ഒരുപാട് സമയം കുടുങ്ങിപ്പോയി. നല്ല ബ്ലോക്കായത് കാരണം മാറ്റാൻ സ്പേസ് ഇല്ലാത്ത സ്ഥലങ്ങളായിപ്പോയി. വണ്ടികള് സൈഡ് ഇറക്കാനൊന്നും സ്പേസ് ഇല്ല. ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന കാക്കഞ്ചേരിയിൽ. ഇവിടെയാണ് 2 ആംബുലൻസുകൾ അരമണിക്കൂറിലധികം സമയം ബ്ലോക്കിൽ കുടുങ്ങിയത്. എടരിക്കോട് സ്വദേശി സുലൈഖ, വള്ളിക്കോട് സ്വദേശി ഷജിൽ കുമാർ എന്നിവരാണ് മരിച്ചത്. 2 പേരെയും മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് കോഴിക്കോട്ടെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ കുരുക്കഴിക്കാൻ അരമണിക്കൂറിലധികം സമയം വേണ്ടി വന്നു. പിന്നാലെ ഇവരെ ഫറോക്കിലുള്ള ഏറ്റവും ആദ്യം എത്തിക്കാൻ കഴിയുന്ന ഫറോക്കിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. 5 മിനിറ്റ് മുൻപെങ്കിലും എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേനെ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പരമാവധി ആളുകൾ റോട്ടിലേക്ക് ഇറങ്ങി സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ആ സമയത്ത് അത്രക്കും ഒരു വണ്ടിക്ക് സൈഡ് തരാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല. വണ്ടി ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അതിന്റെ അടുക്ക് അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു. നമ്മള് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കയറ്റാൻ ഇവിടെ എത്തിയപ്പോൾ ഡോക്ടർ ഒരു 10 മിനിറ്റ് മുന്നേ എത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തിരിച്ച് കിട്ടിയിരുന്നു എന്നാ പറഞ്ഞത്. 6 വരിപ്പാതയുടെ നിർമ്മാണം പല സ്ഥലങ്ങളിലും ഇതുപോലെയായി പുരോഗമിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ പൂർത്തിയായി, അവിടങ്ങളിൽ ഗതാഗതത്തിനായി തുറന്നു നൽകി. മേഖലയിലേതായാലും ഗതാഗത കുരുക്ക് അതിരൂക്ഷമാണ് എല്ലാ സമയങ്ങളിലും എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. ഒരുപാട് ആംബുലൻസുകൾ ഇതിൽ കയറ്റി വിടാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഗതാഗതം തടസ്സപ്പെടുത്തും. എന്നിട്ട് വാഹനം റോങ് സൈഡിലൂടെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകേണ്ട വാഹനങ്ങൾ ഇവിടെ തടഞ്ഞു നിർത്തും. എന്നിട്ട് റോങ് സൈഡിലൂടെ വന്നിട്ട് കോഴിക്കോട്ടേക്ക് സുഖമായിട്ട് പോവാം. പക്ഷേ ഇത് പെട്ടെന്ന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു മിഷന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവർക്ക് ഗ്രൂപ്പുണ്ട്, എമർജൻസി ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞാനും അങ്ങാണ്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇത് യാദർശികമായിട്ട് അറിയാതെ വന്ന് പെട്ടുപോവാണ്. ഇതിപ്പോൾ സർവീസ് റോഡ് മോശമാണ്. ഈ സർവീസ് റോഡ് നല്ല ടാറിങ് ചെയ്താൽ വാഹനങ്ങൾ സ്പീഡായിട്ട് പോകും. പക്ഷെ അതും ചെയ്യുന്നില്ല. ഇവിടെ അതുപോലെ മണ്ണിടിഞ്ഞിട്ട് ഇതുപോലെ 2 മാസത്തോളം ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതായത് വഴിയൊക്കെ അടഞ്ഞ് പിന്നെന്തോ ചെറിയൊരു സർവീസ് റോഡ് വഴിയൊക്കെ ആയിരുന്നു അങ്ങനെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ കുറച്ച് ഭാഗം കൂടി ഉണ്ട്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന പറഞ്ഞാൽ പക്ഷേ അത് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തന്നെ യാത്രാ സൗകര്യമൊക്കെ എല്ലാം ഇതാവുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ സാധാരണക്കാരായ ആളുകളുടെ വാഹനങ്ങൾ ബ്ലോക്കിൽ കുടുങ്ങുന്നത് നിത്യസംഭവമാണ്. മണിക്കൂറുകളോളം ഇതിപ്പോൾ രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾക്കും രക്ഷയില്ല. ആ വിലപ്പെട്ട 2 ജീവനുകൾക്ക് ആരാണ് ഉത്തരം പറയുക? ആരൊക്കെയാണ് ഉത്തരവാദികൾ? അടിയന്തരമായ ഇടപെടൽ തന്നെ വേണം. കാക്കഞ്ചേരിയിൽ നിന്ന് മനോജ് പയ്യന്നൂരിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.